अपनी मनमोहक प्राकृतिक सुंदरता, सर्द जलवायु और धुंध से ढके नज़ारों के लिए मशहूर वायनाड केवल केरल ही नहीं, देश भर के पर्यटकों के लिए बड़े आकर्षण का केंद्र रहा है। हालांकि बाढ़ और भूस्खलन से अक्सर प्रभावित होने वाले पारिस्थितिक रूप से इस बेहद संवेदनशील क्षेत्र में लोगों की आजीविका और यहाँ की अर्थव्यवस्था पर काफी गंभीर प्रभाव पड़ा है। इस साल के विधानसभा चुनावों से पहले पर्यटन उद्योग से जुड़े यहाँ के लोग लगातार प्राकृतिक आपदाओं के बाद जिले की अर्थव्यवस्था को फिर से पटरी पर लाने के लिए पर्यटन, कृषि और बुनियादी ढांचे पर केंद्रित रोड मैप की मांग कर रहे हैं। 2018 ഒരു മഹാപ്രളയം വയനാടിനെ സാരമായി ബാധിച്ചു. അതിനുശേഷം 2019 പ്രളയം, 2020 കോവിഡ്, അതിനുശേഷം ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തം, ഇതെല്ലാം ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് ഒരു പുനർജീവനം ആവശ്യമുണ്ട്. ഇതിലേക്ക് ആളുകളെ ഇവിടുത്തെ ടൂറിസം മേഖലയെ എത്തിക്കാൻ വേണ്ടി സർക്കാരുകൾ ശരിക്കും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. ടൂറിസം മേഖല വളരുന്നതോടു കൂടിയാണ് വയനാടിന്റെ വികസനം സാധ്യമാവുക. 3 മണ്ഡലത്തിലും 3 നിയോജകമണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ടൂറിസം, കൃഷി, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള വികസന അജണ്ട മുന്നോട്ട് വെക്കണം. രാഷ്ട്രീയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. इन्हीं मुद्दों को दोहराते हुए सामाजिक कार्यकर्ताओं ने जोर दिया कि उम्मीदवारों को जिले को मजबूत करने के लिए स्पष्ट दृष्टिकोण पेश करना चाहिए। उन्होंने राजनीतिज्ञों से अपील की है कि वे ऐसी पहलों को बढ़ावा दें जिनसे यहाँ प्राकृतिक सौंदर्य और पर्यटन को बढ़ावा मिले। നാച്ചുറൽ ബ്യൂട്ടിയോട് കൂടെ തന്നെ വെള്ളച്ചാട്ടങ്ങളും കാലാവസ്ഥയും ഒക്കെ ഉള്ള അതിനോട് കൂടെ തന്നെ ഇവിടെ നമുക്ക് മറ്റ് നല്ല ടൂറിസം പോയിന്റുകൾ, ആ പോയിന്റുകളിലേക്ക് തന്നെ ഇപ്പോ മൃഗശാല, അതേപോലെ തന്നെ പിന്നെ സ്റ്റാറ്റ്യൂ, അതേപോലെ തന്നെ നല്ല പിന്നെ ഈ വയനാടിൻ്റെതായ ഒരു പ്രത്യേക സിമ്പൽ തുടങ്ങി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരുക്കിയെടുത്തുകൊണ്ട് മികച്ച രീതിയിൽ വയനാടിനെ ഒരു ടൂറിസം ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റി. അത് തന്നെയാണ് വയനാട് ജനതയുടെ ഭാവി വികസനത്തിലേക്കുള്ള ഏറ്റവും വലിയ ഊന്നൽ എന്ന് പറയുന്നതും ടൂറിസം മേഖല തന്നെയാണ്. അതുകൊണ്ട് ടൂറിസത്തെ വികസിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഇനി പോകുന്ന കാഴ്ചപ്പാടുകൾ ഉയർന്നു വരേണ്ടത് എന്നുള്ളതാണ് പറയാൻ. ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ വയനാട് ജില്ലയിലെ എല്ലാവിധ വിഭവങ്ങളും പ്രകൃതി അതിനുവേണ്ടി കനിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്തരം വലിയ സാധ്യതകളെ ഇന്ന് വരെയുള്ള യാതൊരു വിധത്തിലുള്ള ഭരണകർത്താക്കളും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത്. പല സ്ഥലങ്ങളിലും ഇപ്പം ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറഞ്ഞൊരു സംവിധാനം വരെയുണ്ട്. ഇപ്പൊ ദുരന്ത മേഖലകളിൽ ആളുകൾ വരുന്നതും കാണുന്നതൊക്കെ ഈ ജപ്പാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഡിസാസ്റ്റർ ടൂറിസം ഉണ്ട്. അതേപോലെ തന്നെ വയനാട്ടില് നമ്മുടെ തുരങ്കപാത വരുന്നു. ഈ തുരങ്കപാതയിൽ വയനാട്ടിലെ യാത്രാ ദുരിതം തന്നെ ഇല്ലേ ഒരു ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. कुछ लोग बेहतर बुनियादी ढांचे की जरूरत पर भी जोर देते हैं। उनका कहना है कि राज्य पर्यटन मंत्रालय द्वारा तय परियोजनाओं ने हालिया विकास को गति दी है। वे वायनाड के प्रभावी प्रतिनिधियों से अपील कर रही हैं कि वे लक्षित विपणन रणनीतियों के जरिए इस गति को बनाए रखें ताकि इसे प्रमुख पर्यटन केंद्र के रूप में स्थापित किया जा सके। അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ വരാത്തത്. കാരണം നമുക്കറിയാം, വളരെ ഒരു ടൂറിസം ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഇവിടെ വരുന്നില്ല എന്നുള്ള പറ്റാണ്. ഗവൺമെന്റ് അതിന് നമ്മളിപ്പോ റിയാസ് മിനിസ്റ്റർ അടുത്ത് തന്നെ നിരവധി തവണ നമ്മൾ വിവിധ പ്രൊജക്ടുകളായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നു. അദ്ദേഹം കുറെ പ്രൊജക്ടുകൾ സാങ്ഷൻ ചെയ്തു തന്നു. അതോടുകൂടിയാണ് വയനാട്ടിലെ ടൂറിസം വളരെ ഒരു ഹൈക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് സാധ്യതകൾ വയനാട്ടിലുണ്ട്. ആ വയനാട്ടിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ മുഖ്യധാര അവരുടെ ജീവിത ഉപാധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ടൂറിസം മേഖലയിൽ. कुछ लोग ये भी तर्क देते हैं कि मानव पशु संघर्ष इस क्षेत्र में पर्यटन को सीधे तौर पर प्रभावित नहीं करते हैं और नए गंतव्यों की खोज करने, रात्रि यात्रा प्रतिबंध हटाने और ऑनलाइन बुकिंग प्रणाली लागू करने की जरूरत पर ध्यान दिया जाना चाहिए. മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റും ടൂറിസവുമായിട്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഒന്നുമില്ല. അതിന്റെ സൈഡായിട്ട് വരുന്ന ഒരു സാധനം മീഡിയാസിൽ അല്ലെങ്കിൽ എക്സാജറേറ്റഡ് സ്റ്റോറീസ് വന്നു കഴിഞ്ഞാൽ അന്നേരം ചില സമയത്തുള്ള ചോദ്യം വരും, അവിടെ നമുക്ക് വരാൻ സേഫ് ആണോ? അതിൽ കഴിഞ്ഞൊരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഡയറക്റ്റ് ഒരു എഫക്ട് ചെയ്തിട്ടില്ല ടൂറിസത്തിനെ. ഓക്കെ, ഇനിയിപ്പോ ഭാവിയിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതാണ്. അപ്പോൾ അതിനെ മുൻനിർത്തി എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്ക് ഈ വരുന്ന ആളുകളോട് പറയാനുള്ളത്? ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ അടച്ചിട്ടിരിക്കുന്ന മുത്തങ്ങ റോഡ് നൈറ്റ് ബാൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ടത്. എല്ലാ എക്കോ ടൂറിസം സ്പോട്ടിലും ഓൺലൈൻ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക. പിന്നെ നമ്മുടെ വയനാട് ഒരു സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായ കാരണം
പല നല്ല ലൊക്കേഷൻസും ഐഡന്റിഫൈ ചെയ്യാനും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ഇതേ രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ വരുന്ന ആൾക്കാർ പല ഡെസ്റ്റിനേഷനിലേക്ക് പല സ്പോട്ടുകളിലേക്ക് പോകും. അന്നേരം ഓരോ ഡെസ്റ്റിനേഷനും ഓവർക്രൗഡ് ആകാനുള്ള സാധ്യത കുറവാണ്. वायनाड के 3 निर्वाचन क्षेत्रों में से एक कलपेटा से चुनाव लड़ रहे एलडीएफ उम्मीदवार ने प्रमुख पर्यटन केंद्रों को विकसित करने और ऐसी परियोजनाएं बनाने की जरूरत पर प्रकाश डाला जो इस क्षेत्र में प्रमुख आकर्षण के रूप में उभर सकें। നിരവധി ആളുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ് ടൂറിസമായിട്ട്. അവരെ സംരക്ഷിക്കേണ്ടതും അതുമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മാതൃകാപരമായ പദ്ധതികൾ ഇപ്പം നിങ്ങൾക്കറിയാം, കുരങ്ങുകൾ ഏകദേശം 62 ടൈപ്പ് കുരങ്ങുകളുണ്ട്. ഇപ്പോൾ മൃഗങ്ങളുണ്ട് ഇവിടെ. പക്ഷേ സൂ ഉള്ളത് തൃശ്ശൂരും തിരുവനന്തപുരത്തുമാണ്. വയനാട്ടിൽ ശരിക്കും നല്ലൊരു സൂ ഉണ്ടായാൽ ആൾക്കാർക്ക് വന്നാൽ കാണാൻ കഴിയുന്ന ഒരു ഇതായി മാറും. അങ്ങനത്തെ ഒരു ഹബ്ബ് ഇവിടെ ഇല്ല. ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും റിസോർട്ടിൽ താമസിക്കും. പിന്നെ ചില നാച്ചുറൽ ടൂറിസം സ്പോട്ട്സ് ആണ് ഉള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് വികസിച്ചു വന്നതാണ് ബാണാസുരയും കാരാപ്പുഴയും ഒക്കെ. അപ്പം അങ്ങനത്തെ പ്രൊജക്റ്റുകൾ. इस साल के विधानसभा चुनाव के लिए प्रचार तेज होने के साथ ही वायनाड में पर्यटन एक अहम मुद्दा बन गया है और मतदाता जिले के भविष्य के लिए उम्मीदवारों के नजरिए को बेहद बारीकी से परख रहे हैं। केरल में 9 अप्रैल को एक ही चरण में मतदान होगा और नतीजे 4 मई को घोषित किए जाएंगे।